ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ ഡൽഹി ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇവിടുത്തെ നൈറ്റ് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് നൈറ്റ് നമ്മളിവിടെ ഉണ്ടാവില്ല, വൈകുന്നേരം തിരിക്കും. അപ്പോൾ ഇന്നത്തെ സംഭവം, ഇന്നും ടൂർണമെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ രാവിലെ ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം ടൈമിങ്ങിൻ്റെ പ്രശ്നം വരും. ടൂർണമെൻറ്റ് എപ്പോൾ കഴിയുമെന്ന് അറിയില്ല. അത് നേരത്തെ കഴിയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചായിരുന്നു നടക്കും, ഇല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ പറയാൻ തൽക്കാലം നിർവാഹമില്ല. അപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക്, നേരത്തെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഡൽഹിക്ക് ടാറ്റ പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒഫീഷ്യൽ ട്രിപ്പാണെങ്കിലും എന്താ പറയുക, നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലെ നമ്മൾ ഡൽഹി ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് വൈകുന്നേരം തിരിക്കും. ഇപ്പോൾ രാവിലെ എന്തായാലും ടൂർണമെൻ്റ് സ്ഥലത്തേക്ക് പോവാണ്. ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും അതിൽ നമുക്ക് ഇതുവരെ 3 പ്രൈസ്, തേർഡ് പ്രൈസ് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഇന്നും കൂടി ഒരു പ്രൈസ് കിട്ടണമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥന. ആർക്കെങ്കിലും കൂടെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. ഓരോ ദിവസം ഓരോരുത്തർ കിട്ടുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എല്ലാ കുട്ടികളും, എൻ്റെ മക്കളാണെങ്കിലും എല്ലാവരും അതെ നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലേ, അപ്പം ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പാടൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും നോക്കട്ടെ. നമ്മൾ ഇറങ്ങി ഓട്ടോ വിളിക്കണം. ഇവിടുത്തെ ഓട്ടോ വിളിക്കണം, അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഈ ഒരു റോഡാണ് സഹിക്കാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ നല്ല റോഡ്, ഇവിടുത്തെ റോഡ് മാത്രം. നമ്മൾ സ്റ്റേഡിയത്തിലെത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് അവർ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വീഡിയോസ് നമുക്ക് അധികം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ അങ്ങനെ എടുക്കാത്തത്. ജസ്റ്റ് അതൊന്ന് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മത്സരം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ 12 മണി ആവാറായി. നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷൻ നമ്മുടെ കുട്ടികളുടെയൊക്കെ കഴിഞ്ഞു. ബാക്കി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇറങ്ങിയ കുട്ടികളിൽ ഇന്ന് 3 പേര് ഇറങ്ങി. അതിൽ 2 പേർക്ക് തേർഡ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കോമ്പറ്റീഷൻസും നമ്മുടെ ഇതെല്ലാം അവസാനിച്ചു. നമ്മുടെ കുട്ടികളുടെ എല്ലാം കഴിഞ്ഞു. ഇന്നും കൂടെയാണ് നോർമൽ കോമ്പറ്റീഷൻ ഉള്ളത്. ഇന്നും കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ഒരു കോമ്പറ്റീഷൻ തീരും. നമ്മുടെ കുട്ടികളുടെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. കുറച്ച് പരിപാടികളുണ്ട്, അത് ബാക്കി പ്ലാൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡൽഹിക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇത്രയും നേരം റൂമിരുന്ന് നമ്മൾ വേറെ 2-3 പ്ലാനൊക്കെ ഇല്ലതായിരുന്നു. പക്ഷേ കൂട്ടത്തിലുള്ള പലർക്കും വയ്യായിക വന്നത് കാരണം നമ്മൾ ആ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം വൈകുന്നേരം ഇനി യാത്ര ഉള്ളതുകൊണ്ട് ഇനി ഇപ്പോഴും കൂടെ പോയി കഴിഞ്ഞാൽ പണിയാവുമെന്ന് പേടിച്ച് പ്ലാൻ ചെയ്ത് എല്ലാ സംഭവവും ക്യാൻസൽ ചെയ്ത്. എന്തായാലും നമ്മളൊരു 2 മണിക്കൂറിനകത്ത് ഇവിടുന്ന് ഇറങ്ങും. അതിന് മുന്നേ ലാസ്റ്റായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. 2 ദിവസമായിട്ട് രാത്രിയാണ് കറങ്ങുന്നത്. ഇന്നൊന്ന് പകൽ കറങ്ങാമെന്നും പറഞ്ഞ് നമ്മളിന്ന് ഡൽഹി വിടുകയല്ല, അതിൻ്റെ ഒരു ലാസ്റ്റ് കറക്കാം. അതിന് വേണ്ടി ഇറങ്ങി നിൽക്കും. നമ്മൾ ദിവസം പോകാൻ വഴി തന്നെ നടക്കാം, പിന്നെ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇത്രയേ ഉള്ള സംഭവം. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്തായാലും കറങ്ങിയിട്ട് അതെ. പകലത്തെ അവസ്ഥ ഇതാണ്. ഇപ്പം പകൽ മീൻസ് ഇപ്പോൾ ഒരു സമയം 4 മണിയായി. 4 മണിക്കുള്ള ഇവിടുത്തെ ഈ റോഡിൻ്റെ, നമ്മൾ താമസിക്കുന്ന ലൊക്കേഷനിലെ റോഡിൻ്റെ അവസ്ഥയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അല്ലെങ്കിലും തിരക്കുണ്ട്, എന്നാലും തിരക്ക് കൂടുതലാണ്. നമ്മൾ കറക്റ്റ് കറങ്ങി തിരിഞ്ഞ് ആ ബേക്കറി തന്നെ എത്തി. 2 ദിവസം കൊണ്ട് നമ്മളെ സ്ഥിരം സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബേക്കറിയാണ്. കാരണം ഇവിടെ സാധനങ്ങളൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാം. സത്യം പറഞ്ഞാൽ ഒരു വൃത്തിയും വിലയൊക്കെ ഉണ്ട് ഈ ബേക്കറി കാണുമ്പോൾ. അപ്പോൾ ഇവിടെ കയറാൻ പോകും. അതായത് നമ്മൾ ഇങ്ങനെ വേറെ കടകൾ കൊള്ളുന്നല്ല, നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്മൾ ആദ്യ ദിവസം വന്നപ്പോഴും ഫുഡ് കഴിച്ചപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്ഥിരം ഇതിനകത്ത് തന്നെ ഇപ്പം എന്തായാലും ഇന്നും കൂടെ നമ്മളിപ്പോൾ പോവില്ല. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഇഷ്ടപ്പെട്ടു.
അവൾ വാങ്ങിച്ചതല്ല, വേറെ ന്യൂട്ടല്ല കുനാഫ ചോക്ലേറ്റ് ആണ് അവൾ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് ഞങ്ങൾ ഇവിടുന്ന് ഇത് വാങ്ങിച്ചിറങ്ങിയപ്പം ഇവരുടെ തന്നെ ഓപ്പോസിറ്റ് കടയിൽ പോകണം. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു കണ്ട, പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്താ പറയുക പാനിപ്പൂരിയൊക്കെ കണ്ട്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് കയറാൻ വിചാരിച്ചു. പാനിപ്പൂരി കേക്കൊക്കെ ഇരിക്കണം. കേക്കിൻ്റെ കാര്യം അറിഞ്ഞൂടാ. ഇവിടെ ഒരുത്തി കേക്ക് കണ്ടപ്പോഴത്തേനും പിന്നെ ഇപ്പോൾ നമ്മൾ പാനിപ്പൂരി ഇവിടെ നോക്കട്ടെ. കേക്കൊക്കെ ഞാൻ കാണിച്ചതാണ്. പോണതിന് മുന്നേ കേക്ക് കുറിച്ച് ആഘോഷിച്ചിട്ട് വേണ്ട ഒരു ബെൻഡ വാങ്ങിക്കാൻ. ചോക്ലേറ്റിൻ്റെ ഉണ്ടേ വാങ്ങിക്കണേ കൊണ്ടുവന്നാണ്. പാനിപ്പൂരി ഇതിനകത്ത് ഇഷ്ടംപോലെ ഇത് മറ്റേ ഇതാണ്, നല്ല കുക്കീസൊക്കെയാണ്, നല്ല ബിസ്ക്കറ്റും കുക്കീസാണ്. ഇവിടെ കംപ്ലീറ്റ് ബിസ്ക്കറ്റും കുക്കീസൊക്കെയാണ്. കേക്ക് ഇഷ്ടംപോലെ ഉണ്ട്, പല വെറൈറ്റി കേക്കുകൾ ഇരിപ്പുണ്ട്. തന്നെ അല്ല ഇഷ്ടംപോലെ കേക്ക്. അയ്യോ ഇത് കൊള്ളാല്ലേ, കേക്കുണ്ട് അമ്മ തീർന്നു. ശരിക്കും കേക്ക് പാനിപ്പൂരിയൊക്കെ ഉണ്ട്. നോക്കട്ടെ. കൊള്ളാമോ? തണുപ്പാണോ? പെട്ടെന്ന് പൊത്ത് കൂടി നെക്സ്റ്റ് മേ വേണ്ടേ? അല്ല 3, 4, 5 അല്ലേ? 3 ആയില്ലേ? അവിടെ പോയി അവന്മാർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാം. എനിക്ക് കേക്ക് പാനിപ്പൂരി കഴിച്ചു. ഇനി അടുത്ത ബേൽപൂരി. ഏതാ സംഭവം? അത് ടേസ്റ്റ് നോക്കട്ടെ. കഴിച്ച് ഇവിടെ നീ റോണ്ട് എൻ്റെ ഒരു കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്നു പാനിപ്പൂരി കഴിച്ചോളാം. വായിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കഴിച്ചോളാം. ഇതും കൊള്ളാം. ഈ ഒരു ഇത് ആദ്യമായിട്ട് കഴിക്കാം. ഇവിടുത്തെ പാനിപ്പൂരിയും ഈ ഒരു ടേസ്റ്റ് ആദ്യമായിട്ട്. നമ്മൾ അവിടുത്തെ ആ ഒരു ഇതല്ല, മെയിൻ സംഭവം ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൊള്ളാം. ഒരു കേക്ക് വാങ്ങിച്ചാ ഇനി ഒരു ഐറ്റം ഉണ്ട്, കേക്ക്. ഒരു പീസ് കേക്ക് കൂടെ വാങ്ങിക്കാണ്ട്. അടുത്ത സംഭവം കേക്ക്. കേക്ക് കൂടി മഹാരാഷ്ട്രയിൽ അല്ലേ? ഞാൻ പറഞ്ഞല്ല കേരളം എന്ന് പറയും. തന്നെ അല്ല ആഹാ സെറ്റാക്കാം നമുക്ക്. പറ്റണ്ട, കുഴപ്പമില്ല. ഗുളികയില അതുതാ ഒരുപാട് ഇരിപ്പുണ്ട്.
കൊള്ളാം, കേക്ക് കൊള്ളാം. മാത്രമേ ഉള്ളൂ. ആൻറ്റി കഴിക്കണതിന് ഒരു കുഴപ്പമില്ല. ആൻറ്റി നല്ലപോലെ കഴിക്കും. കാരണം ഷുഗറൊന്നുമില്ല. എനിക്ക് കേക്ക് പക്ഷെ മുട്ടായി കഴിക്കും. മധുരകാരനാലും കുഴപ്പമില്ല. പഠിക്കാൻ പറ്റിയ സ്കൂളാണ്. ഭയങ്കര ഇതാണ്. മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഈ ബ്ലോഗറിന്റെ അവന്മാര് കാണാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഏകദേശം ബാലൻസ് ചെയ്യും. മറ്റേത് ഒരു ചെറിയ പുളിപ്പ് അങ്ങനത്തെ ടേസ്റ്റും മധുരം അവിടെ നിറങ്ങി. പിന്നെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴേ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. ഇതിലേക്ക് 600 രൂപ അടുപ്പിച്ച് വരുന്ന സാധനം. ഏത്? ആ മുന്തിരിയോ? ഇത് എന്നാണ് പറഞ്ഞത്. കിലോ പച്ചമുന്തിരി കിലോ 6 കിലോ എത്ര? 500. ഈ പച്ച ഇപ്പൊ കണ്ട മുന്തിരി കണ്ടതൊന്നും നമ്മൾ ഓട്ടോയിലൊക്കെ നമ്മൾ മറ്റേ ഫാൻസി ആയിട്ട് തൂക്കിയിടൂലേ, അങ്ങനത്തെ മുന്തിരി പോലെ ഇരിക്കുന്നത്. കിലോ 500 രൂപ. 400 അത് വേണ്ട. അത് കെനിയയിലുള്ള ഗ്രേപ്സ് ആണ്. ഈ ഗ്രേപ്പ് അതുകൊണ്ടാണ് കിലോ 500. ടേസ്റ്റ് നോക്കട്ടെ പറഞ്ഞു. ഇതാ സംഭവം. ടേസ്റ്റ് നോക്കട്ടെ. 500 രൂപയോടുള്ള സ്നേഹം കുഴപ്പമില്ല. 500 എനിക്കിഷ്ടപ്പെട്ടു. 500 രൂപ കൊടുത്ത് സ്നേഹിക്കാനും 500 രൂപ വാങ്ങിക്കാനും പറ്റിയ സംഭവമൊന്നുമില്ല. നല്ല ആവശ്യമൊന്നും അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. കുറച്ച് ഒരു പപ്പായ മേടിച്ചു. നമ്മൾ കുറച്ച് മുന്തിരി കൂടെ വാങ്ങിച്ചു. മറ്റേ മുന്തിരി അല്ല, നോർമൽ നമ്മൾ പച്ച മുന്തിരി ഉണ്ട്, നമ്മൾ അവിടെയൊക്കെ കിട്ടും. അതും കൂടി വാങ്ങിച്ചു കുറച്ച്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ റൂമിലോട്ട് പോകണം. കാരണം ഇനിയിപ്പോൾ ഇറങ്ങാൻ സമയമായി. 5 മണിയാകുമ്പോൾ ഇറങ്ങണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ റൂമിലോട്ട് പോയിട്ട് ഇറങ്ങാനുള്ള വഴി. അപ്പോൾ പാക്കിങ് കഴിഞ്ഞു, ഇനി ഇറങ്ങിയാൽ മതി. നമ്മൾ റൂമിലെത്തട്ടെ. നമ്മൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഒരു സംഭവം കണ്ടത്. അതെന്താണെന്ന് ആദ്യം നമ്മൾ വിചാരിച്ചത് മറ്റേ നമ്മുടെ കരിയില്ലേ അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ സംഭവം അതൊരു എന്താ സംഭവം, എന്താ ഫ്ലേവർ, ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം. അതിന് തോട് പൊളിച്ചിട്ട് അതിനകത്തുള്ള സംഭവം കഴിക്കാം. എന്താ ഫ്ലേവർ? അയ്യോ, കാൽഷ്യം ഉള്ള സാധനം. കാൽഷ്യം ഉള്ള സാധനമാണ് കേട്ടോ ഇത്. എന്താ ഇതിൻ്റെ പേരെന്തുവാ? അയ്യോ, വാട്ടർ നട്ടോ. അപ്പോഴേ 2 പിള്ളേർ വന്നിട്ട് അവർക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചത്. നമ്മൾ ആ ഒരു സംഭവം കുറച്ച് വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടത് ഇന്നലെ നമ്മൾ ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ വന്നിട്ട് ഇതിനൊക്കെ ജ്യൂസ് തരുമോയെന്ന് ചോദിച്ചു. പിന്നെ നമ്മളെ കൊടുത്തിട്ട് പിള്ളേരല്ലേ. അപ്പോൾ ഇന്നും ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും ആ സെയിം ഇവർ തന്നെ ഇന്നലെ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോഴത്തേനും കണ്ടപ്പോഴത്തേനും ചോദിച്ചു പിന്നെ ആ ഫ്രൂട്ട് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കുട്ടികളല്ലേ. വാട്ടർ അടിച്ചു നോക്കിയാൽ മതി നെറ്റിൽ നോക്കാം. ഞാൻ ഇന്നുവരെ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. വാട്ടർ നട്ട് എന്നാണ് ഇതിൻ്റെ പേര്. കഴിച്ചു നോക്കിയില്ല, കഴിക്കാൻ ഒരു മടി. നോക്കട്ടെ എന്തായാലും ടേസ്റ്റ് ഞാൻ ഇതും തരാം, എടുക്കരുത്. ഒന്ന് ടേസ്റ്റ് നോക്കണേ ഉള്ളൂ. അത് കൊള്ളാന്ന് കഴിക്കും. ഇഷ്ടപ്പെടും. സീസണിൽ മാത്രമേ ഉള്ളൂ.
മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് തന്നെ അതെ അല്ലേ? ഞാൻ പറഞ്ഞത്. പാവാ കഴിക്കാൻ അവിടെ പിടിച്ചു വെച്ചു. ഞാൻ അല്ല ഞാൻ പിന്നെ ബീഫ് ഇതാ ക്യാരറ്റ്. മറ്റേ ചക്കക്കുരുവിൻ്റെ ഒക്കെ ഒരു സംഭവം ആ, അതാണ് ഉദ്ദേശിച്ചത്. ചക്കക്കുരുവിൻ്റെ ഒരു ഫ്ലേവർ അല്ലേ? അതാണ് അതാണ് കറക്റ്റ്. പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് മധുരക്കിഴങ്ങ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചക്കക്കുരു അവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് അവിച്ച എങ്ങനെ ഇരിക്കും അതാണ് ടേസ്റ്റ്. അതിന് പൊടിയും കൂടെ ഇട്ട് വന്നിട്ടുണ്ട്, നാരങ്ങ. നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് അതാണ് ശരിക്കും എനിക്കിപ്പോൾ കറക്റ്റ് ഫ്ലേവർ. വാട്ടർ നട്ട് എന്ന് പറഞ്ഞു, പക്ഷെ സംഭവം ഇതാണ് ശരിക്കും കറക്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ക്യാരറ്റ് കാണിച്ചു ചേട്ടാ. ശരി. നല്ല മാവ് അരിയ നല്ല എളുപ്പം. ശരിക്കും സത്യം പറഞ്ഞാൽ ചക്കക്കുരു അവിച്ച് ഇങ്ങനെ ഇരിക്കും, അതാണ് സംഭവം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും, നല്ല ഗൂഗിളിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഈ സംഭവത്തിൻ്റെ ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. വാട്ടർ നട്ട് അതാണ് പേര്. അറിയില്ല, ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം കാണുന്നത്. ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കണമുണ്ട്, വാങ്ങിച്ച് കഴിക്കണമുണ്ട്. ഇനി പോയിട്ട് വേണം ശങ്കൂട്ട് വീട്ടിലുണ്ട് പാനിപ്പൂരിയും ചോളമൊക്കെ ഒന്നും കൂടെ അല്ലേ ഉള്ളൂ. സമാധാനിക്കണം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട്. ട്രിവാൻഡ്രം വി ആർ ദ കമ്മിങ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡൽഹിക്ക് ടാറ്റ പറഞ്ഞില്ല, ട്രിവാൻഡ്രത്തോട്ട്. മാമ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് സമയമായി. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ ചെന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങട്ടെ. നമുക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളിത് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങി നല്ല തിരക്കാണ്. ഒത്തിരി ആൾക്കാരും ആളാണ്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ടാക്സി വിളിച്ചിട്ട് ഇപ്പം നമ്മൾ ടാക്സി കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. एक ही अंदर अच्छा है समुद्र में രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 2-3 ദിവസം എടുക്കും. നമ്മൾ ഇത്രനാൾ ഇവിടെ കിടന്ന് കാണിച്ച അഭ്യാസം അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും നടക്കില്ല. മറ്റേ നമ്മൾ ഒരു വണ്ടി ഇവിടുത്തെ ഈ മറ്റേ ഓട്ടോയിലൊക്കെയാണ് സമ്പാദിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലഗീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ടാക്സി വിളിച്ചാലേ പറ്റും. അപ്പോൾ 2 ടാക്സിയിലായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി അവിടെ എത്തിച്ച് ഇങ്ങനെ നിൽക്കണേ. പെട്ടെന്ന് എടുക്കും. അതിൻ്റെ മതിയ ചുമ്മാ ഉറങ്ങുമ്പോൾ ആള് മനുഷ്യനല്ലേ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു മണി 3 മണിക്കൂർ वो उधर है. നമ്മുടെ ലഗേജ് ആണ്. ആമി നമ്മൾ അകത്ത് കയറി. നമ്മുടെ പ്ലാറ്റ്ഫോം 7 ആണ്. നമ്മൾ 7-ലെത്തി. ഇപ്പോൾ കുറച്ച് ലഗേജും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ കൊണ്ടുവച്ചു. അടുത്ത സ്റ്റെപ്പ് അവരെടുക്കാൻ പോയിരുന്നു.
S1 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകേണ്ടി വരും. എന്തായാലും അവിടെ നിന്ന് ലഗേജ് കൂടെ എടുത്തിട്ട് വന്ന ശേഷം ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള ഐഡിയയിൽ വെയിറ്റ് ചെയ്യും. നമ്മൾ ട്രെയിനിലൊക്കെ കയറി കറക്റ്റ് സമയമൊക്കെ തന്നെയായിരുന്നു. ട്രെയിനിലൊക്കെ കയറിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു എന്താ പറയുക അടുത്തടുത്തായിരുന്നില്ല നമുക്ക് സീറ്റ് വന്നത്. എല്ലാവർക്കും അടുത്തടുത്തായിരുന്നു. 4-5 സീറ്റ് ഒരുമിച്ച്, ബാക്കി 1-2 പേരുടെ സീറ്റൊക്കെ അപ്പുറത്തോട്ടൊക്കെ ആയത് കാരണം കയറിയ സമയത്ത് വീഡിയോ എടുക്കുന്നതിൻ്റെ സംഭവം വിട്ടുപോയി. കാരണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ ഇപ്പം അത്യാവശ്യം സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു സീറ്റ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് വന്നത് ആക്ച്വലി ഒരു ലോക്കൽ ടീമായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ തന്നെ നമുക്കൊക്കെ ഒരാളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ സീറ്റിനായാലും ചോദിക്കാനോ പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാഷസ് ഉണ്ടായത് കാരണം സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക ഇപ്പോൾ എല്ലാവരും കിടക്കുന്നൊരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോ എടുക്കില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും രാത്രിയായി, 11:30 മണിയായി, എല്ലാവരും കിടന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാനും കിടക്കാൻ പോകുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ.